സിജോ, ഈ പ്രവാസി വ്യവസായി വീണ്ടും വെളിപ്പെടുത്തൽ നടത്തുന്നു എന്ന് വെച്ചാൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ മാത്രമല്ല, അവിടുത്തെ കൂടുതൽ ഉരുപ്പടികൾ അവിടെ നിന്ന് കടത്തിയിട്ടുണ്ട്, വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് വെളിപ്പെടുത്തൽ. അത് എവിടെ, ആർക്ക് മുമ്പിലാണ് ഈ വെളിപ്പെടുത്തൽ ഇദ്ദേഹം നടത്തിയത്? അങ്ങനെയെങ്കിൽ പ്രവാസി വ്യവസായി ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരും, അത് എപ്പോഴുണ്ടാകും? പ്രവാസി വ്യവസായിയെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇന്ന് അല്ലെങ്കിൽ നാളെ, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഡി മണിയോട് 30-ാം തീയതി ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഇയാളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അയാൾ മൊഴിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇയാളിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ കൂടി ക്ലാരിറ്റി വരുത്താനുണ്ട് എന്നുള്ളതാണ്. ഇയാൾ പറയുന്നത്, നിലവിൽ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന ഡി മണി തന്നെയാണ് ഈ ഇടപാടുകൾ നടത്തിയിട്ടുള്ള ആൾ എന്നുള്ളതാണ്. പക്ഷേ ഈ ഡി മണി താനാണ് ഇതെന്നുള്ള സംബന്ധിച്ച് അംഗീകരിക്കുന്നുമില്ല, തനിക്ക് ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അയാളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നതിന് മുന്നേ പ്രവാസി വ്യവസായിയെ വീണ്ടും മൊഴിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരികയാണ് ഈ പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്, ശബരിമലയിലുള്ള ഉരുപ്പടികൾ തന്നെയാണ് ഇത് വിൽപ്പന നടത്തിയിരിക്കുന്നത്, അതാണ് വിറ്റിരിക്കുന്നത്. ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്. ശബരിമലയിലെ ഒരു ഉന്നതന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഉരുപ്പടികൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇത്തരത്തിൽ ഉരുപ്പടികൾ ആദ്യം വിൽപ്പന നടത്താൻ ശ്രമിച്ചത് ഇയാളെയാണ്. കാരണം നിലവിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവാസി വ്യവസായിയോടാണ് ഇത്തരത്തിൽ ഉരുപ്പടികൾ വാങ്ങാൻ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം ചില ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടാണെന്നറിയില്ല, പിന്നീട് അത് നടന്നില്ല. പക്ഷെ അതിനുശേഷമാണ് ഈ പറയുന്ന ഇത്തരത്തിൽ മറ്റ് ആളുകളുമായി ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഈ ഉരുപ്പടികൾ വിദേശത്തേക്ക് വിൽപ്പന കടത്തിയതായി ഒരു സംശയമാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ ക്ലാരിറ്റി വരുന്നുണ്ട്. പക്ഷേ ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് പ്രവാസിയുടെ നിന്ന് കുറച്ച് വിവരം കൂടി എടുക്കും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മണിയെ ചോദ്യം ചെയ്യാണ്ടി വിളിക്കുക. എന്തായാലും തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മണിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ദിണ്ടികളിലുള്ള ചോദ്യം ചെയ്യൽ ഇതിനകത്ത് പ്രവാസി വ്യവസായിയുടെ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുറക്കി നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും SITയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള വെല്ലുവിളി, ഈ ഉരുപ്പടി കടത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ എന്നുള്ളത്, സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയെന്നോ, എവിടെയും ഈ തൊണ്ടി മുതലൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. അതെ, അത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ വിഗ്രഹക്കടത്തം മാത്രമല്ല, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയിലെയും സ്വർണം ഉരുക്കി അത് പിന്നീട് ബെല്ലാരിയിലുള്ള ഗോവർദ്ധന് വിറ്റു എന്നാണ് പറഞ്ഞിരുന്നത്. ഗോവർദ്ധൻ അത് വാങ്ങിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗോവർദ്ധൻ പിന്നീട് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ജാമ്യാപേക്ഷയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് പിടിച്ചെടുത്തിരിക്കുന്നത് ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണമല്ല, മറിച്ച് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു ഗോൾഡാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിപ്പോഴും എവിടെയാണെന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് വിവരമില്ല. എന്തായാലും ഗോവർദ്ധനെയും അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇതിലൊരു ക്ലാരിറ്റി വരുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. യെസ്, 1.5 മാസം കഴിയുന്നു ജിൽസി, ഇപ്പോഴും ആ പ്രധാനപ്പെട്ട നീക്കം മിസ്സിംഗ് ആണ്. എന്ന് വെച്ചാൽ ഈ തൊണ്ടി മുതൽ ഈ കടത്തി എന്ന് പറയുന്ന ശാസ്താവിന്റെ സ്വർണം അതെവിടെയാണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ തെളിവാവേണ്ടത് അതിന്റെ തൊണ്ടി മുതലാണെങ്കിൽ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ ആ പാളികൾ, അപ്പുറത്ത് ഇനിയിപ്പോൾ മറ്റ് സ്വർണ്ണങ്ങളൊക്കെ, ഒരുപാട് സ്വർണ്ണങ്ങൾ പല ഘട്ടങ്ങളിലായി കടത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു തരിമ്പ് പോലും ഇപ്പോഴും കണ്ടെടുക്കാൻ കഴിയാത്തത് വലിയ വെല്ലുവിളിയാണ്. ഈ അന്വേഷണം സത്യം പറഞ്ഞാൽ അത് എവിടെയും എത്തിയിട്ടില്ല. ഇനിയിപ്പോ അവസാനം ഇതങ്ങാണ്ട് ഒരു ഇല്യൂഷനായി മാറുമോ? അങ്ങനെ ഒരു സ്വർണ്ണം ഇല്ലായിരുന്നു, അങ്ങനെ ഒരു തോന്നലായിരുന്നു എന്നുള്ളത് സംഭവിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. കാരണം അതിവിദഗ്ധമായാണ് ഡി മണി ഈ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആദ്യം തന്നെ താൻ ഡി മണി അല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, പിന്നീട് അതൊക്കെ സ്ഥിരീകരിച്ചു. എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വലിയ വെല്ലുവിളിയുണ്ട്.